മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് രക്ഷാകര ചരിത്രത്തിലെ യേശുവിന്റെ ജനനം വിവരിക്കുന്നത്. 18-ാം വാക്യം ഇപ്രകാരമാണ്: മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയത്തായിരുന്നു വിവാഹം നടന്നിരുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നത് അവർ സഹവസിക്കുന്നതിനു മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ്. ഇതൊരു ചെറിയ വിഷയമല്ല. ജീവിത പങ്കാളിയുടെ അറിവോടെ അല്ലാതെ ഇപ്രകാരം ഗർഭം ധരിച്ചാൽ അതിന് വധശിക്ഷയാണുള്ളത്. പഴയ നിയമത്തിൽ നിയമാവർത്തനം 22-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് സൂചനയുണ്ട്. ആ നിയമമനുസരിച്ച് മറിയത്തിനുള്ള ശിക്ഷാവിധിയും ഇത് തന്നെയാണ്. പക്ഷേ മത്തായി പറഞ്ഞു വയ്ക്കുന്നത് മറിയം അപ്രകാരം ഒരു ശിക്ഷാവിധിക്ക് വിധേയമാക്കപ്പെട്ടില്ല എന്നാണ്. അതിന്റെ കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. 19-ാം വാക്യം ഇപ്രകാരമാണ്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇവിടെ മത്തായി സുവിശേഷകൻ ജോസഫിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ അർത്ഥം എന്താണ്? അവളെ കല്ലെറിയിക്കാതെ അവളെ അപമാനിക്കില്ല എന്ന ജോസഫിന്റെ നീതിയാണ് നമ്മളിവിടെ കാണുന്നത്. 19-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ജോസഫ് തന്റെ ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് 20-ാം വാക്യത്തിൽ കാണാൻ കഴിയും, അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 20-ാം വാക്യത്തിൽ തുടർന്ന് പറയുന്നുണ്ട്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതായത് മറിയം പറഞ്ഞത് സത്യമാണെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ജോസഫിന് ലഭിക്കുകയാണ്. പുതിയ നിയമത്തിലെ മോശയായ യേശുക്രിസ്തു സ്വർഗമാകുന്ന യഥാർത്ഥ കാനാൻ ദേശത്തേക്ക് ദൈവജനത്തെ കൈപിടിച്ചു കൊണ്ടുപോകാൻ മോശയുടെ യഥാർത്ഥ പിൻഗാമിയായി വരുന്നവന് യേശു യഹോശുവ എന്ന പേരിനേക്കാളും അനുയോജ്യമായ മറ്റൊരു പേരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രശ്നം പരിഹരിക്കാൻ ജോസഫ് എന്ന ഒരു സാധാരണ മനുഷ്യൻ വിചാരിച്ചാൽ പറ്റില്ല. എന്നാൽ ജോസഫിനെ പോലെ സകല കുടുംബജീവിതക്കാരോടും ദൈവം പറയുന്നത് എന്താണ്? ജോസഫിനെ പോലെ ശരിയായ തീരുമാനമെടുക്കുകയും സ്വന്തം ജീവൻ കൊടുത്ത് ജീവിത പങ്കാളിയുടെ അഭിമാനത്തെ, സൽപ്പേരിനെ സംരക്ഷിക്കുന്ന വ്യക്തിയായി മാറുക എന്നാണ്. തുടർന്ന് 21-ാം വാക്യം ഇപ്രകാരമാണ്: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനമാണിത്. ജോസഫ് എന്ന കുടുംബനാഥൻ ശരിയായ തീരുമാനമെടുത്തപ്പോൾ ദൈവം ജോസഫിന് അർഹമായതിൽ കൂടുതൽ അനുഗ്രഹം നൽകി. എന്താണത്? യഹൂദ പാരമ്പര്യത്തിൽ പേര് വിളിക്കുക എന്ന് പറയുന്നത് പിതാവിന്റെ മാത്രം അധികാരമാണ്. ആ അധികാരം പിതാവായ ദൈവം ജോസഫിന് കൊടുക്കുകയാണ്. പേരിടിയിൽ എന്ന് പറയുന്ന ലീഗൽ അഡോപ്ഷനിലൂടെയാണ് യേശു ജോസഫിന്റെ മകനായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ വളർത്തു പിതാവായിട്ടല്ല, ഭൗമിക പിതാവായി തന്നെ ജോസഫ് അറിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് യേശു എന്ന പേരിനെ പറ്റി നോക്കാം. പഴയ നിയമത്തിലെ യഹോശുവ എന്ന ഗ്രീക്ക് പദമാണ് യേശു എന്ന നാമം. ദൈവം രക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. യഹോശുവ എന്നതിന്റെ മറ്റൊരു ചുരുക്കെഴുത്താണ് ജോഷുവ എന്ന പേര്. പഴയ നിയമത്തിൽ മോശയുടെ പിൻഗാമിയായി ദൈവജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത് ജോഷുവയാണ്. അതുപോലെ തന്നെ 23-ാം വാക്യത്തിൽ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ എന്നാണ്. എമ്മാനുവേൽ എന്നത് ഗ്രീക്ക് വാക്കാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ആശയം തന്നെയാണ് ഇവിടെയും യേശുവിന്റെ പേര്. അതായത് ജോഷുവ എന്ന പേരിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് എമ്മാനുവേൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 22-ാം വാക്യത്തിൽ പറയുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യ ഉദ്ധരണിയാണിത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് എമ്മാനുവേൽ പ്രവചനം നടത്തിയത്. അതിപ്രകാരമാണ്: യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഹീബ്രു ബൈബിളിൽ യുവതി എന്നത് ആത്മ എന്ന വാക്കാണ്. ഹീബ്രു ഭാഷയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വിശുദ്ധ ഗ്രന്ഥമായ പഴയ നിയമം BC 180-ൽ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. യേശു ജനിക്കുന്നതിന് 200 കൊല്ലം മുൻപ് ഹീബ്രു ബൈബിളിനെ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്ത യഹൂദ റബ്ബിമാർ ആത്മ എന്ന ഹീബ്രു വാക്കിനെ പാർത്തേനോസ് എന്നാണ് വിവർത്തനം ചെയ്തത്. അതിന് കന്യക എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് മത്തായി എഴുതിയത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്.
തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.